കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കനത്ത മഴയെ തുടർന്നാണ് റോഡ് തകർന്നത്. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുള്ള ചില പ്രതികരണങ്ങൾ കാണാം. ഒരു മാസം മുമ്പേ നമ്മൾ ഈ പറഞ്ഞതാണ് ഇങ്ങനെ വരുന്ന വെള്ളം, അതായത് മഞ്ഞമ്പതിക്കുന്ന് കല്യാൺ റോഡിൽ നിന്ന് വരുന്നത് മഞ്ഞമ്പതിക്കുന്നിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണ്. ഇത് മൊത്തം വീട്ടിലേക്ക് എത്തിയിട്ട് ഒന്നിച്ച് ഇങ്ങോട്ട് വരുന്നതാണ്. നമ്മളിത് കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ഒരു മാസം മുപ്പത്തേ ഞാൻ എഞ്ചിനീയർ ഒരു മലയാളി ഉണ്ടായിരുന്നു, അവരോട് ഞാൻ സംസാരിച്ചു. പക്ഷെ അവർ ചെയ്തില്ല. വണ്ടി വരികയാണ സമയത്തെങ്കിലും അത് അങ്ങോട്ട് മറിഞ്ഞൊരു വലിയ ഒരു അപകടം സംഭവിക്കുകയായിരുന്നു. അവർ നടക്കാൻ പോകുന്ന ആ വ്യക്തി കണ്ടതുകൊണ്ട് ഇത്രയായി മാറി. മെയിൻ റോഡ് ഫുള്ള് സ്ക്രാച്ച് വന്നിട്ടുണ്ട്, രണ്ട് ഭാഗവും. ഒരു മണിക്കൂർ നേരാക്കാമെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് സംഭവം കഴിഞ്ഞു. ഇതുവരെ അയക്കാം, എങ്ങനെയുണ്ട് ഇതാവുന്ന അറിയാം. അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, നമ്മൾ മലപ്പുറത്ത് കണ്ട അത്രയും വിസ്തൃതമായൊരു വിള്ളൽ അല്ലെങ്കിൽ കൂടിയും ഏതാണ്ട് സമാനമായി മണ്ണിടിഞ്ഞതാണെന്നാണ് അവിടെയും പ്രശ്നം തോന്നുന്നു. അരുൺ, ഹാഷ്മി, ഇന്നലെ രാത്രി മുതൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും മഴയുണ്ട്. പ്രധാനമായും കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് NH-66 പണി പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇപ്പോൾ മാവുങ്കൽ ഭാഗത്താണ്, കാഞ്ഞങ്ങാട് മാവുങ്കൽ ഭാഗത്താണ് ദേശീയപാതയിൽ സർവീസ് റോഡ് ഇടിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയ കാൽനട യാത്രക്കാരാണ് ആദ്യം ഈ വിവരമറിയുന്നത്. വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ചെറിയ തോതിലൊക്കെ മണ്ണിടിച്ചിലുണ്ടാവുന്നു, ദേശീയപാതയിൽ വിള്ളലുണ്ടാവുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പെരിയയിലും സമാന രീതിയിലുള്ള ഒരു വിള്ളൽ ദേശീയപാതയിൽ ഉണ്ടായിട്ടുണ്ട്. മട്ടലായി കുന്നാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഒരാഴ്ച മുൻപാണ് അവിടെ ഒരു വലിയ അപകടമുണ്ടായത്. കുന്നിടിഞ്ഞു വീണ് ഒരു തൊഴിലാളി മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അവിടെയും മഴ പെയ്തതോടുകൂടി ചെറിയ തോതിലുള്ള ഒരു മണ്ണൊലിപ്പ് ഉണ്ടാവുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയിലാണ് ഈ യാത്രക്കാരുള്ളത്. ഇപ്പോൾ മാവുങ്കലിലും ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു, സർവീസ് റോഡ് ഇടിഞ്ഞു വീണിരിക്കുന്നു. വാഹനങ്ങളൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വഴിതിരിച്ചു വിടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമായി വരികയാണ്. ഹാഷ്മി, ഓക്കെ. അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.